ഹായ്. പലപ്പോഴും ഒരുപാട് ആൾക്കാര് പറയാറുണ്ട്, അവരുടെ മൈൻഡിലേക്ക് എപ്പഴും നെഗറ്റീവ് തോട്ട്സ് മാത്രം കയറി വരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് മാത്രം മൈൻഡിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 60,000 ടു 70,000 തോട്ട്സ് ആണ് ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു പോകുന്ന അത്രയും തോട്ടുകളിൽ ഭൂരിഭാഗവും ഒരു മെജോറിറ്റിയും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കണം എന്ന് പറയുന്നത്? അതാദ്യം മനസ്സിലാക്കണ്ടേ. കാരണം നമ്മുടെ ഈ തോട്ടുകളാണ് നാളെ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അതായത് നമ്മൾ നെഗറ്റീവ് തോട്ടുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രമായിരിക്കും. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിനെ നല്ല സക്സസ്ഫുൾ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വേയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും കയറി വരുന്ന സമയത്ത് നിങ്ങൾക്കത് പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം. അമേസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഫുള്ള് ഹാപ്പി തോട്ട്സിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. താങ്ക്